അതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് XL6 എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐഡിയൽ ഇന്ത്യയിലെ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാരുതി XL6ൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാഹനം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വരും, നമുക്ക് ആ വാഹനം ഒന്ന് കണ്ടുപോകാം. വാഹനത്തിൻ്റെ ഏകദേശ രൂപം ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4445 വിഡ്ത്ത് വരുന്നത് 1775 മില്ലിമീറ്റർ ആണ്. ഹൈറ്റ് വരുന്നത് 1700 മില്ലിമീറ്റർ കൂടെ ആണ്. ഇതിൻ്റെ വീൽ ബേസ് 2740 mm. ഈ ഒരു വാഹനം നമുക്ക് വിപണിയിൽ കിട്ടുന്നത് 2 വേരിയൻറ്റിലാണ് കിട്ടുന്നത്. ഒന്ന് സീറ്റ, ഒന്ന് ആൽഫ വേരിയൻറ്റ്. ഇതിൻ്റെ BS6 വേരിയൻറ്റിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് പെട്രോൾ മാത്രമേ നമുക്ക് വാഹന വിപണിയിലുള്ളൂ, ഡീസൽ ഇല്ല. BS6ൻ്റെ മാനുവലായിട്ടുള്ള 19.01 ഓട്ടോമാറ്റിക്കിലുള്ളത് 17.99 മൈലേജുമാണ് നമുക്കിപ്പോൾ വിപണിയിൽ കിട്ടുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 45 ലിറ്ററാണ്. ഈ ഒരു വാഹനം വിപണിയിൽ ഇറക്കിയപ്പോൾ എർട്ടിഗയുടെ ന്യൂ മോഡലിനെക്കാട്ടും കുറച്ചുകൂടി നല്ല ഒരു ഡിസൈനിലാണ്, അതായത് ഒരു പ്രീമിയം ലുക്കിലാണ് ഈ ഒരു വാഹനം മാരുതി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ നമ്മുടെ അച്ചയിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഈ ക്രോമിങ് ഫിനിഷിങ്ങോട് കൂടിയുള്ള ഈ ഒരു ബാറാണ്. ഈ ഒരു ബാർ ഈ 2 ഹെഡ് ലാമ്പിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്രോം ഫിനിഷിങ്ങോട് കൂടിയുള്ള ഈ ഒരു ലാനിൽ സുസുക്കിയുടെ ഒരു വലിയൊരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കയറി വരുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റിലോട്ട് കയറി വരുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയായിട്ടാണ് ഈ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് എയർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ സിൽവർ കളറിൽ ബമ്പറും കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നല്ല ഒരു അട്രാക്ഷൻ കിട്ടത്തക്ക രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫോഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിനകത്താണ് ഈ ഫോഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഈ ബോണ്ടിൻ്റെ സൈഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഇവിടെ LED ലൈറ്റ് 4 പാർട്ടീഷനായിട്ട് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതും LED ആണ്. ഇതെല്ലാം വാഹനത്തിൻ്റെ ഫ്രണ്ട് ബോണറ്റ് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീതി കുറച്ച്, അതുപോലെ തന്നെ ഈ ഒരു ലൈനിൽ നിന്ന് ബെൻഡ് വന്ന് അങ്ങേ സൈഡിൽ കയറത്തക്ക രീതിയിലുള്ള ബെൻഡാണ് കൊടുത്തിരിക്കുന്നത്. അത് 2 പോർഷനായിട്ട് കിടക്കത്തക്ക രീതിയിൽ ഒരു വലിയ ഒരു വാഹനത്തിൻ്റെ ലുക്കിലാണ് ഇവർ ഈ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് വ്യൂ നോക്കുമ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു മടക്ക് മുതലാണ് ഈ ഒരു ബെൻഡ് തുടങ്ങുന്നത്. ആ ബെൻഡ് ഈ ഡോറിലൂടെ കയറി ഈ ഫ്രണ്ട് ടയറിൻ്റെ അവിടം വരെ എത്തുന്നുണ്ട്.
അത് ഈ ഒരു വാഹനത്തിന് ഏറ്റവും നല്ല ഒരു അട്രാക്ഷനായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സൈഡ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു വലിയൊരു വാഹനമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് സൈഡ് ഗ്ലാസ് ആ ഒരു ഡിസൈൻ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അത് ഈ ഒരു ഫ്രണ്ട് മുതൽ തുടങ്ങി ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിങ്ങനെ ഈ ഒരു ബാക്ക് ഗ്ലാസുമായിട്ട് ബന്ധിപ്പിച്ച് ചുറ്റി വരുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു വാഹനത്തെ നമുക്ക് ഒരു ലക്ഷറി ലുക്കായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഈ മേളിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് തോന്നിക്കത്തക്ക രീതിയിൽ മുകളിലൊരു കാരിയർ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ബ്ലാക്കും സിൽവറും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാനും നല്ല ഭംഗി. ഇത് ബ്ലാക്ക് ഇത് സിൽവറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തെല്ലാം ക്രോം ഫിനിഷോട് കൂടിയുള്ള മെറ്റൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വാഹനത്തിന് ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ക്രോം ഫിനിഷോട് കൂടിയുള്ള ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതേപോലെ ഹാൻഡിൽ ഉണ്ട്. ഈ ഒരു ഹാൻഡിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻസറാണ്. ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ലോക്ക് മാറ്റി ഡോർ തുറക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ XL6ൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ മോഷൻ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബൂമറാൻ ടിപ്പിലാണ് എന്ന് നമുക്ക് പറയാം. അത് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റൽ ബെൻഡ് പോലെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അത് ഈ ഗ്ലാസിനോട് ചേർന്നതായതുകൊണ്ട് അതും കാണാൻ നല്ല ഭംഗിയാണ്. വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക് ലൈറ്റും ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്രോം ഫിനിഷോട് കൂടിയുള്ളൊരു ബാർ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. നക്സ ആണ് ഇതിൽ ഇറക്കുന്നത്, വിപണിയിലെത്തിക്കുന്നത്. രണ്ട് സൈഡിലും സെൻസർ കൊടുത്തിട്ടുണ്ട്. ഡീലായിട്ട് ഈ ബമ്പറിൽ ബ്ലാക്ക് ഷെയ്ഡും സിൽവർ കളറുമായിട്ടുള്ള ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതും ഈ ഒരു വാഹനത്തിന് മൊത്തത്തിൽ നല്ല ഒരു ലുക്കാണ് ആകുന്നത്. ഈ സൈഡിലോട്ട് വരുമ്പോൾ XL6 എന്നുള്ള എംബ്ലം കൂടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് റിഫ്ലക്ഷൻ ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് നമ്മൾ കാണുമ്പോൾ എർട്ടിഗയുടെ ഒരു ബാക്ക് പോലെ തന്നെ നമുക്ക് തോന്നുമെങ്കിലും അതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വാഹനം ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. XL6ൻ്റെ അകത്തെ സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഫുള്ള് ബ്ലാക്ക് കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡാഷ്ബോർഡ് നല്ല വീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ബ്ലാക്ക് കോമ്പിനേഷനാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ആ ബ്ലാക്ക് ഈ ഒരു ഡോറിന് ഉൾപ്പെടെയാണ് ബാക്ക് വരെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റോണിൻ്റെ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഡോർ ഉൾപ്പെടെ ഫുള്ള് കവർ ചെയ്താണ് പോയിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു 7 ഇഞ്ച് ഒരു അതേ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ സിസ്റ്റത്തിനകത്ത് ഒരുപാട് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജർ പോർട്ട് കൊടുത്തിട്ടുണ്ട്. USB പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കപ്പ് ഹോൾഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ AC-യുടെ കൂളിംഗ് കിട്ടും. കൂളിംഗ് കിട്ടും. ആ വാട്ടർ എപ്പോഴും തണുത്ത് തന്നെ ഇരിക്കുന്നത്. ഇവിടെ AC-യുടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്നത് കുറയ്ക്കുന്നത് എല്ലാം ഇതിനകത്ത് മോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലാറ്റ് വൺ സൈഡ് ഫ്ലാറ്റ് സ്റ്റിയറിംഗ് വീലിനാണ്. അത് നല്ലൊരു ഡിസൈനിലാണ്. ഇതിപ്പോൾ അതിനകത്ത് പുറത്ത് കവർ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് വേറൊരു കളറിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു എയർ ബാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് AC-യുടെ ഈ ഒരു ഗ്രില്ല് നല്ലൊരു ഭംഗിയാണ് നമുക്ക് കാണാൻ. അതായത് ഇത് എത്തിച്ച് നമ്മൾക്ക് ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ AC-യുടെ ഭാഗമുള്ളത്. വൈഡ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നല്ല ഈസി ആയിട്ട് വാഹനം ഓടിച്ചു പോകാനും ഈ ഒരു ബാറിൻ്റെ സ്പേസ് കുറവായതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമുക്ക് മറയുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനും സാധിക്കും. പിന്നെ ടോപ്പിലൊരു സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ആ സൺഷെയ്ഡിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. മിററും അതിൻ്റെ കൂടെ ഒരു മാനുവൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇത് സൺലൈറ്റ് ആണിത്, അതും കൊള്ളാം, നല്ലൊരു പരിപാടിയാണ്. പിന്നെ ഇതിനകത്ത് മാനുവലായിട്ട് ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റിവ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ പല പ്രീമിയം ലുക്കാണ്, നല്ല ക്യൂട്ടാണ് കാണാൻ. ഫ്രണ്ടിൽ സീറ്റ് അതൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യാനും ഉള്ള സൗകര്യമുണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഹാൻഡ് റെസ്റ്റ് ഇവിടെ അതിനകത്ത് സാധനം വയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റിനകത്തൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ലോക്ക്, മീറ്ററിൻ്റെ എല്ലാ സ്വിച്ചുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വെള്ളമൊക്കെ വയ്ക്കാനും ഉള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റീരിയോയുടെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. അങ്ങനെ ഓരോ ഫങ്ഷനുകളും നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതിയെ സംബന്ധിച്ചിടത്തോളം നല്ല ക്യൂട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഫ്രണ്ട് സീറ്റിലുള്ള വിശേഷങ്ങൾ. ഇനി ബാക്ക് സീറ്റിലോട്ടുള്ളത് നമുക്ക് പോയിട്ട് എന്തുവാന്നുള്ളത് നോക്കാം. ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ സീറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഉള്ള വാഹനങ്ങളിലൊക്കെ ഈ ഒരു സീറ്റ് 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കംഫർട്ടായിട്ടിരിക്കും. നമുക്ക് എക്സിക്യൂട്ടീവ് ലുക്കാണ് ഈ ഒരു സീറ്റ് അറേഞ്ച്മെൻറ്റിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ XL6 എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. XL എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ലാർജ്, 6 എന്ന് പറയുന്നത് 6 സീറ്റ് കപ്പാസിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് XL6 എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത്. മുകളിലൊന്നും ഇടിക്കത്തില്ല, അത്രയും നല്ല ഹൈറ്റ് ഉണ്ട്. എനിക്ക് ഇത്രയും ഹൈറ്റ് ഉള്ളത്, ഇത്രയും പൊക്കം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല സ്പേസ്, നമുക്ക് ആർക്കും ഒരു യാത്രയിൽ ഒരു മുഷിപ്പ് തോന്നാത്ത രീതിയിലുള്ള അറേഞ്ച്മെൻ്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഡോറിൻ്റെ സൈഡിൽ കൊണ്ട് ഇതേപോലെ തന്നെ ഇവിടെ ബോട്ടിലൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇതും ബ്ലാക്ക് ഷെയ്ഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വൈറ്റും ഒക്കെ ചേർന്ന ഒരു ഗ്രേ ഒക്കെ ചേർന്ന ഒരു കളർ ആയതുകൊണ്ട് നല്ലൊരു ക്യൂട്ട് ലുക്കാണ്. ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് കണ്ടതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലുമായിട്ടും ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവർക്കും ബാക്കിൽ തേർഡ് റോയിൽ ഇരിക്കുന്നവർക്കും ഒക്കെ നല്ല ഒരു കൂളിംഗ് തന്നെ കിട്ടും. ഈ സെക്കൻഡ് റോയിൽ സീറ്റിന് ഇടയ്ക്കും നമ്മുടെ ഇവിടെ ഒരു മൊബൈലിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജ് ചെയ്ത് നമുക്ക് മൊബൈൽ വെക്കാൻ വേണ്ടി ഉള്ള സ്പേസ് ഉണ്ട്. അതുപോലെ മൊബൈൽ നമുക്ക് വെക്കാം. 2 പേരുടെ മൊബൈൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യം കൂടി ഇതിനകത്ത് അവരൊരുക്കിയിട്ടുണ്ട്. മറ്റുള്ള വാഹനങ്ങളൊക്കെ ബാക്ക് ഡ്രോയിൽ 7 സീറ്റർ വാഹനങ്ങൾക്കൊക്കെ ബാക്ക് ഡ്രോയിൽ പോകണമെങ്കിൽ ഒരാളുടെ സഹായം വേണം ഈ സീറ്റ് മടക്കി ഒരാൾക്ക് അകത്തോട്ട് കയറാൻ വേണ്ടി. ഇപ്പോൾ അതിനും കൂടെ പരിഹാരമായിട്ട് ഈ XL6-നകത്ത് ഇവർ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ നമ്മൾക്ക് കയറുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മടക്കത്തക്ക രീതിയിൽ ഈ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കാറിൻ്റെ സൗകര്യത്തിൽ ഈ ഒരു സ്വിച്ച് പിടിച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കി, അതിനു മുമ്പ് ഈ ഒരു ഫ്രണ്ടിലോട്ടാക്കിയിട്ട് നമുക്കിത് ബാക്കിലോട്ട് നീക്കി മാറ്റാം. എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അകത്ത് കയറിയിരിക്കാനുള്ള സെറ്റപ്പുണ്ട്. അതുപോലെ ആ സൈഡിലും അതുപോലെയാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തേർഡ് റോയിലാണ് വന്നിരിക്കുന്നത്. 2 പേരാണ് ഇരിക്കേണ്ടതെങ്കിലും ഇതൊരു ബെഞ്ച് സീറ്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ സീറ്റാണ്. അത് കൊച്ചു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 പേർക്ക് യാത്ര ചെയ്യാം. അഥവാ വലിയ 2 പേരാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇരിക്കാം. ബാക്ക് ഗ്ലാസ് ചെറിയ ഗ്ലാസ് അല്ല, ഇതൊരു വലിയൊരു ഗ്ലാസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബാക്കിലിരിക്കുമ്പോൾ നടഞ്ഞിരിക്കുന്ന ഒരു ഫീല് നമുക്ക് വരത്തില്ല. അപ്പോൾ പുറം കാഴ്ചകളൊക്കെ നല്ലോണം കാണാൻ പറ്റും. ഇവിടെ ഉണ്ട് ചാർജർ പോർട്ട് ഒരെണ്ണം. ഇവിടെ ബോട്ടിൽ ഒക്കെ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ബാക്ക് സൈഡിൽ ഇരുന്നാൽ പോലും നമ്മുടെ തല ഇതിൻ്റെ മുകളിൽ ഇടിക്കുകയില്ല. വലിയൊരു ആളിരുന്നാൽ പോലും ഈ മുകളിൽ ഇടിക്കാത്ത രീതിയിലാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗം നമുക്ക് സ്വാതന്ത്ര്യമായിട്ടൊരു ട്രിപ്പ് പോകാനുള്ള, ഒരു ഫാമിലിയായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കംഫർട്ടാണ് ഈ ഒരു വാഹനത്തിന് മാരുതി
നൽകിയിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലോട്ടാക്കി ഇത് മടക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം നീക്കാം. മറ്റേതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സഹായത്തോടെ നീക്കാൻ പറ്റത്തില്ല. ഈ ക്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്ലൈഡിങ്ങിൻ്റെ ലോക്ക് ഇവിടെ മാറുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സ്വയമായിട്ട് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബാക്കിൽ നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് 2 ഡോറുകൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല സ്പേസ് ഉണ്ട് അതിനകത്ത്. അപ്പം ഇത് എത്ര വെയിറ്റ് വേണമെങ്കിലും വയ്ക്കത്തക്ക രീതിയിലാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഫൈബറാണ് കൊടുത്തിരിക്കുന്നത്. എത്ര വെയിറ്റ് വേണമെങ്കിലും ഇരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബാക്ക് ഡ്രോയുടെ ഈ ഉള്ളിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 209 ലിറ്ററാണ്. അത് നമുക്ക് ഈ 3rd ഡ്രോയിൽ ഈ ഒരു സീറ്റ് നമുക്ക് അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ ഇതുപോലെ മടക്കാം. അത് മടക്കി കഴിഞ്ഞാൽ 550 ലിറ്ററാണ് ഈ ഒരു സ്പേസ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ 2nd ഡ്രോ കൂടി മടക്കി കഴിഞ്ഞാൽ 692 ലിറ്റർ കിട്ടും. ഇത്രയും സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ഇത്രയും സ്പേസ് നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. ഈ ടാങ്കിൽ പിടിച്ച് വെച്ച് കഴിയുമ്പോൾ അത് ഓക്കെ. എഞ്ചിൻ ഭാഗം കൂടെ ഒന്ന് നോക്കാം. അതിന് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങളൊരു ഈ ഒരു സാധനം ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യും. പെർഫെക്റ്റായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് എഞ്ചിൻ ഭാഗം. എഞ്ചിൻ ഭാഗം ഒന്ന് കറക്റ്റ് 1.5 ലിറ്റർ. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് BS6 എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. XL6ൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് സീറ്റ മാനുവൽ 9.79, ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10.59, ആൽഫ വേരിയേഷൻ ആണെന്നുണ്ടെങ്കിൽ 10.36, അതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 11.46 ആണ്. XL6നെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള നെക്സ ഷോറൂമുമായിട്ട് ബന്ധപ്പെടുക. ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ വിശേഷങ്ങൾ. നമുക്ക് ബോണറ്റ് അടച്ചിട്ട് നമുക്ക് വണ്ടി ഒന്നും കൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനം നല്ല ഒരു സ്മൂത്ത് ഡ്രൈവിംഗ് ആണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വലിയ ലാഗുകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. നമ്മൾ ഫ്രണ്ട് ഗ്ലാസിൻ്റെ പോർഷൻ കണ്ടല്ലോ, നല്ല സൈഡ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഒരു വളവിലൊക്കെ നമുക്ക് തിരിഞ്ഞു പോകുമ്പോൾ ഈ ഒരു പടിയുണ്ടല്ലോ, ഇവിടെ സൈഡ് വീതി കുറവായതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു. XL6 എന്ന് പറയുന്നത് നല്ലൊരു വാഹനമാണ്. എർട്ടിഗയൊക്കെ കടത്തി വെട്ടിയെടുക്കും. അതുപോലുള്ള നല്ലൊരു വാഹനമാണ് മാരുതി ഇപ്പം ഇറക്കിയിരിക്കുന്നത്. വിശേഷങ്ങളെല്ലാം കണ്ടു. അപ്പോൾ ഇതുപോലുള്ള നല്ല പുതിയ വീഡിയോകളും പുതിയ ആശയങ്ങളും പുതിയ ഇൻറ്റീരിയർ വർക്കുകളും പുതിയ വാഹന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.